ഏത് കുടിക്ക്? കോഴിക്കോട്ടേക്ക് പോവാണേ. ഒരു ചെറിയ ആവശ്യമുണ്ട് കോഴിക്കോട്. അപ്പൊ ആ കൂട്ടത്തില് ചെറിയൊരു കറക്കം കൂടെ. ഓക്കെ, സ്കൂളൊക്കെ തുറക്കായി. അതിന്റെ മുന്നേ ഇനിയിപ്പോ സ്കൂൾ തുറന്നാൽ ഇനിയിപ്പോ എന്തായാലും ആരെയും കിട്ടൂല, എല്ലാരും ഭയങ്കര തിരക്കായിരിക്കും. ബാക്കി കോഴിക്കോട്ടത് ഇനി ഈ വഴിക്ക് ട്രാഫിക് ഉണ്ടോ, തിരക്കാണോ ഒന്നും അറിയില്ല. എന്തായാലും നോക്കാം. ഓക്കെ, വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയോണ്ട് ആശുമോൾ ഒരു ഇഡ്ഡലിയും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ പോലെ ഇഡ്ഡലി മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. വികാരം അതല്ലേ. എന്താണ് എങ്ങോട്ടാ പോന്നെ? നമ്മള് ബീച്ചിലേക്ക്. എവിടേക്കാ പോണേ? ബീച്ചിലേക്ക്. പെരിന്തൽമണ്ണ എത്തി. ഇവിടുന്ന് ട്രാവൽസിന്ന് പാസ്പോർട്ട് വാങ്ങിക്കാണ്ടായിരുന്നു. ഇനി പോകുന്ന വഴിക്ക് ആ പാലം അത്യാവശ്യം തിരക്ക് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ ടൈം, സ്കൂൾ ടൈമും ഓഫീസ് ടൈമും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ചിലപ്പോ ഫ്രീ ആയിരിക്കും. പോയി നോക്കട്ടെ. എന്തായാലും ഇവിടെ ഒന്നും തിരക്കില്ല അല്ലേ. സ്റ്റെക്കാണ് മക്കളെ അങ്ങാടിപ്പുറം പാലത്തുണ്ട്. എപ്പോ വന്നാലും ഇവിടെ അവസ്ഥ ചുരുങ്ങിയത് ഒരു 15 മിനിറ്റ് എടുക്കും ഈ പാലം കണ്ട് കിടക്കണമെങ്കിൽ. ശരിക്കും ഇവിടുത്തെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലം വന്നത്. എനിക്ക് തോന്നുന്നു പാലം വരുന്നതിന് മുന്നേ ഇത്ര വലിയ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അന്നാ റെയിൽവേന്റെ ഗേറ്റ് അടക്കുന്ന സമയത്തുള്ള ഒരു ബ്ലോക്ക് ഉള്ളു. ഇപ്പൊ അത് ഇവിടെ 24 മണിക്കൂർ ബ്ലോക്കാണ്. സ്കൂൾ ടൈമും ഓഫീസ് ടൈമും ഒക്കെ കഴിയുമ്പോൾ കുറച്ചൊക്കെ ഫ്രീ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈം നോക്കിയിട്ട് ഇറങ്ങിയത്. ഒരു കാര്യമല്ല, പാലത്തും ഇതുവരെ കയറിയിട്ടില്ല. ഏതാണ്ട് ഇവിടെ വന്നിട്ട് 5 മിനിറ്റ് ആയി. എന്നും മാറാൻ നമ്മുടെയൊക്കെ നാടല്ലേ, ഒരു കാര്യം. അൽഹംദുലില്ലാ പാലത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഞങ്ങാടിപ്പുറം അപ്പുറം കിടക്കല് വേറൊരു ടാസ്ക്കാണ്. ആ ഹോട്ടല് ബാറാണ് അല്ലേ. പാലത്തുമെന്ന് ഇറങ്ങിക്കണു കേട്ടോ. ഇനി അങ്ങാടിപ്പുറം ആ ജംഗ്ഷൻ, അതും കൂടെ കഴിഞ്ഞാല് അങ്ങോട്ട് പോവാം. ഇത് അങ്ങോട്ട് പോകാനുള്ള ബ്ലോക്കാണ് കേട്ടോ. 2:30 അവിടെ എത്തേണ്ടത്. ഈ ഒരു ബ്ലോക്ക് കണക്കാക്കിയിട്ട് 1 മണിക്കൂർ മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് കറക്റ്റായി. ഏതാണ്ട് 1/2 മണിക്കൂർ ഇവിടെ തന്നെ പോയി കിട്ടി. എങ്ങോട്ട് പോകുന്നേ? എവിടേക്ക് പോവാ? വീഡിയോക്ക് പോവാ നമ്മള്. എവിടേക്കാ പോണ? ഏത് കുടിക്ക്? കേട്ടോ. ബീച്ചിലേക്ക് പോണ്ടേ? ആ ടവറിന്റെ മേലേക്ക് പോവാന്ന് പറയണ്ട്. ഓക്കെ, സെറ്റ് സെറ്റ്. ഏതാണ്ട് 3/4 മണിക്കൂർ ബ്ലോക്ക് കിടന്ന് ഇപ്പൊ കേസിലായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഓക്കെ. ബദറുൽ മുനീറിന്റെ ചേലില് ബദറോളി ഒത്തവനാണവൻ. ബദരിങ്ങളെ പെറ്റ നാട്ടില് ബഹറായും പോയവൻ ലൈലാ മജ്നൂൻ മൈലാഞ്ചി പൂവിട്ട കാട്ടില്. നാട്ടിലെ മൈലാഞ്ചി പോയിട്ട അടുത്ത പാട്ട്. അങ്ങനെ പാട്ടും കൂത്തും മടിയും പിടിയൊക്കെ ആയിട്ട് ഞങ്ങൾ കോഴിക്കോട് എത്താനായിട്ടോ. എല്ലാവരും അത്യാവശ്യം ടയർഡായിട്ടുണ്ടായിരുന്നു, കൂടെ വിശപ്പും. എന്തായാലും എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ കയറ്റി എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഈ ദുബായിലും സൗദിയിലേക്ക് പെട്രോൾ പമ്പിലെ ഇതുപോലത്തെ വാഷ്റൂമിന്റെ ഒക്കെ സൗകര്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിലെ ഈ സൗകര്യങ്ങൾ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം അതിന്റെ എണ്ണം കുറവാണ്, 1-2 ഉണ്ടാവുള്ളൂ. അതാണെങ്കിൽ അത്ര നീറ്റും ആവില്ല. നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിന്റെ വാഷ്റൂമിലെ എണ്ണൊക്കെ കൂട്ടിയിട്ട് ഒന്നുകൂടെ നീറ്റാക്കി കൊണ്ടുവരുന്നതല്ലേ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഒട്ടുമിക്ക വഴി യാത്രക്കാരും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പെട്രോൾ പമ്പിനെ ആശ്രയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിലെ മുൻവശം വൃത്തിയാക്കുന്ന പോലെ ബാക്ക് വശത്തെ ടോയ്ലറ്റും കൂടെ ഒക്കെ നീറ്റാക്കിയ അടിപൊളി. പെട്രോൾ പമ്പില് എണ്ണ അടിക്കാൻ കയറിയപ്പോഴേ
മാമാട്ടിക്ക് ഒരു ഡൗട്ട്. എന്താ സംഭവം എന്ന് വെച്ചാല് ഈ പെട്രോൾ പമ്പിൽ ഡീസലും വിൽക്കുന്നുണ്ട്, പെട്രോളും വിൽക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അതിനെ പെട്രോൾ പമ്പ് എന്ന് മാത്രം വിളിക്കുന്നത്? റാവിസ്, ഡീസൽ പമ്പ് എന്ന് വിളിക്കാത്തത് എന്താ? സംഭവം ഒരു ചോദ്യമാണ്. അതെന്താ? ആശുമോള് ചോദിക്കണ മാതിരി അതെന്താ പറയും ആശി, അതെന്താ? ചുണ്ട് രണ്ടും കൂട്ടിമുട്ടാതെ കൊക്കക്കോള എന്ന് പറയണം. കൊക്കക്കോള ശരിക്കും കൊക്കക്കോള പറ. കൊക്കക്കോള വിക്കുള്ള ആൾക്ക് വിക്കാണ്ട് സംസാരിക്കാൻ പറ്റിയ ഒരു വാക്കാണ് കൊക്കക്കോള. കൊക്കക്കോള. നമ്മള് കോഴിക്കോട് എത്തിയിട്ട് ഇവിടെ റാവിസിന്റെ ഹോട്ടലുണ്ട് ഈ സൈഡിലാണ്. ടൗൺ എത്താറായി. എന്തായാലും ഉച്ചക്കത്തെ ഫുഡ് പാരഗണിത്തെ ബിരിയാണി എന്ന് ഉറപ്പിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഏതാണ്ട് ടൈം ആവും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ പാസ്പോർട്ടിന്റെ ഒരു എമിഗ്രേഷന്റെ കാര്യമായിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നിട്ടുള്ളത്. ആ ഓഫീസിൽ കയറിക്കാൻ എന്തായാലും ഇറങ്ങാൻ ലേറ്റ് ആവും. അപ്പോൾ ഒരു ഇടക്കാല ആശ്വാസത്തിന് ഓരോ സ്നാക്സ് വാങ്ങിക്കാന്ന് വിചാരിച്ചു. മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് കയറിക്കാൻ ഇങ്ങനത്തെ കടകൾ ഇഷ്ടം പോലെയാണല്ലോ, സ്നാക്സ് മാത്രം വിൽക്കുന്ന കട. അവിടെ നല്ല ചിക്കൻ റോളും കട്ട്ലേറ്റും പഴംപൊരിയും പിന്നെ കിണ്ണത്തപ്പം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും കുറേശ്ശെ വാങ്ങിച്ചു. ആശുമോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് കരച്ചിലും തുടങ്ങി. എന്തായാലും വാങ്ങിച്ചിട്ട് വണ്ടി കയറി. ഇടക്കാല ആശ്വാസമാണ് കേട്ടോ. ഓരോ കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ ഇല്ല. പാരഗണിന് ബിരിയാണി കഴിക്കാനുള്ള ലക്ഷ്യമുണ്ട്. അവിടെ നല്ല തിരക്കാവുന്നൊക്കെ അറിയാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ. അങ്ങനെ നമ്മുടെ കേരളത്തിലെ വിവാദ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു തലക്കുന്ന് പൊളിയുന്നുണ്ടെങ്കിലും പൊളിയാത്ത ഭാഗങ്ങൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എന്തായാലും വലിയ പ്രശ്നങ്ങളും തട്ടുമുട്ടൊന്നും ഇല്ലാണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണി തീരട്ടെ. പണി തീർന്നാൽ ഇത് നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന ഒരു റോഡാണ്. റോഡിന്റെ കൂടെ തന്നെ 2 ടോൾ ബൂത്തും കണ്ടു കേട്ടോ. അതിന്റെ പണിയും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം ഉഷാറാവട്ടെ, നമുക്ക് കാത്തിരിക്കാം അല്ലേ. എന്താ പറ, എന്താ പറയാ, തെറ്റിക്കട്ടോ. ഇങ്ങനെ 10 കാര്യം കഴിഞ്ഞേ ഒരു സൗദിയിലേക്ക് പോകുന്നതിന്റെ ചെറിയൊരു പേപ്പർ വർക്ക് ആയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അത് കഴിഞ്ഞു 3:30 മണിയായി. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. മക്കൾക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പൊ ഞങ്ങള് പാരഗൺ അന്വേഷിച്ചുകൊണ്ട് പോയിട്ടിരിക്കണം 5 കിലോമീറ്റർ കൂടെ. ഓക്കെ, പാരഗണിലെ ബിരിയാണി കിട്ടുമോ എന്തോ തമ്പുരാനറിയാം. ടൈം ഒരുപാടായി. നോക്കാല്ലേ, പറ നിനക്കെന്താ വേണ്ടത്? തന്നെ പറ. ഹൈലൈറ്റ് മാളില പറയടി. ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ 4 മണിയായി. മക്കൾക്കൊക്കെ അത്യാവശ്യം വിശന്നിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പാരഗണിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ ടൗണിലെ കടകളിലൊക്കെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് ആണ്. അവിടേക്ക് എത്താൻ ഇച്ചിരി പാടാണ്. പാരഗൺ കിട്ടി, പാർക്കിംഗ് കിട്ടിയിട്ടില്ല. ഇത് പാരഗണിന്റെ ഫസ്റ്റത്തെ കട കേട്ടോ. ഇതിന്റെ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. ലൊക്കേഷനായിട്ട് വന്ന് എത്തിയത് ഇവിടെയാണ്. വണ്ടി കുറച്ച് വിട്ട് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി നടന്നു. പാരഗണിന്റെ ഈ റെസ്റ്റോറന്റ് 3 സെക്ഷനാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നൊരു മീഡിയം, അവിടെ AC ഇല്ലാന്നാ പറഞ്ഞ്, പിന്നെ AC ഉള്ളത്, പിന്നെ ഒരു ഡിലക്സ്. 3ലും ബില്ലിലും വ്യത്യാസം ഉണ്ടാവും, എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ ഡിലക്സിലേക്ക് പോയില്ല, ഒരു മീഡിയത്തിൽ കയറി. പാരഗണിലെ ബിരിയാണിക്ക് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടാണ് അനുമോളിയും മമ്മാട്ടിയും കുട്ടികളൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം വേൾഡ് ഫേമസ് ആണ് പാരഗണിലെ ബിരിയാണി. എന്താവും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. ആശുമോൾ സ്ഥിരം പരിപാടി തുടങ്ങി. ഹോട്ടലിൽ കയറി അവൾക്ക് ആദ്യം വേണം ഐസ്ക്രീം, അല്ലെങ്കിൽ അതുപോലെ ഇരുന്ന് കറി. ബിരിയാണി വന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബിരിയാണി ഒരിക്കലും കുറേശ്ശെ പ്ലേറ്റിലേക്ക് തട്ടരുത്. മുഴുവനായിട്ട് ഇതുപോലെ ചരിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യാവോ. കുറേശ്ശെ ബിരിയാണി എടുത്ത് കഴിച്ചു തുടങ്ങി. മുഖത്തെ എക്സ്പ്രഷൻ നല്ലതാണെങ്കിലും ലഗൂൺ ചിക്കൻ ബിരിയാണി ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങൾ അതിനുണ്ടായിരുന്നു. അനുമോള് പറഞ്ഞു ഇപ്പാൻ്റെ ഹൈപ്പ് കേട്ടപ്പോഴേ തോന്നി ഇത് കൊള്ളാവും എന്നുള്ളത്. എന്തായാലും സംഭവം കഴിയുന്നു. ബിരിയാണി കഴിച്ചു. ഇനി മിൽക്ക് സർവത്ത് ഇവർക്ക് ആർക്കും വേണട്ടെ, എനിക്ക് മാത്രമാണ്. എങ്ങനെ ഉണ്ട് നോക്കാനാ. കുറേ ദിവസം മുമ്പ് കുടിച്ചാണ്. ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെന്നാണ് പറഞ്ഞത്. സുന്ദരി ഇങ്ങടാ. പാരഗൺ ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് മിൽക്ക് സർവത്തുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുന്നേ വന്നിട്ട് ഞങ്ങളത് കുടിച്ചിട്ടുണ്ട്. അന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും 2 ഗ്ലാസ് വെച്ച് കുടിച്ചേ. ഇന്നും ഞാൻ ഒരു ഗ്ലാസ്സേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്റെ നിർബന്ധത്തിന് വന്നതാണ്. അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു. വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇനി ഇത് കണ്ടിട്ട് ആരും വർക്കീസ് പിശുക്കനെ എന്നൊന്നും വിളിക്കരുത്. ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മുന്നേ വന്ന് കുടിച്ച ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടിയിട്ടില്ല. അതെന്താണെന്നറിയില്ല. അന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഒരു ഗ്ലാസ് പോരാനായിട്ട് വീണ്ടും വാങ്ങിച്ചു കുടിച്ചതാണ്. പക്ഷെ ഇന്ന് എന്തോ ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കുടിച്ചിട്ടും അങ്ങ്
തീർത്തതാണ്. ഞങ്ങളുടെ പ്രശ്നമാണോ അതിന്റെ പ്രശ്നമാണോ എന്തായാലും അറിയില്ല. അവിടെ നല്ല തിരക്കുണ്ട്. ആ തിരക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ അതിന് ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല. സംഭവം ഉഷാറാണ്. അപ്പൊ ഞങ്ങളുടെ പ്രശ്നമായിരിക്കാം. എന്തായാലും അനുമോൾക്ക് ഉപ്പാനെ ട്രോളാൻ ഒരു കാരണം കൂടിയായി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങിയാണ് പാരക്കണിലെ ബിരിയാണി മിൽക്ക് സർവത്ത് എന്നും പറഞ്ഞിട്ട് ഹൈപ്പ് കൂട്ടാൻ തുടങ്ങിയിട്ട് രണ്ടും കൊളായിലിപ്പാന്നും പറഞ്ഞിട്ട് അവളെന്റെ പിന്നാലെ നടന്നിട്ട് ട്രോളോട് ട്രോള. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ പോകുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള ബ്ലൂ ഡയമണ്ട് മാളിലേക്കാണ് പോയത്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട് എന്നൊരു റീലിൽ കണ്ടിരുന്നു. അതിലേക്ക് പോയതാണ് കേട്ടോ. മഴ ഇല്ലാത്തതുകൊണ്ട് വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ ബീച്ചിൽ പോയി നിന്നിട്ട് വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ലിഫ്റ്റിന്റെ അടുത്ത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് പ്ലേ ഏരിയകൾ. മക്കളെ മാക്സിമം എൻജോയ് ചെയ്യുക, അതാണല്ലോ നമ്മുടെ ആവശ്യം. അതുകൊണ്ട് കുട്ടികളെയും കൂട്ടിയിട്ട് ആ പ്ലേ ഏരിയയിലേക്ക്. വലിയ സംഭവമുള്ള ഗെയിമുകളൊന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ. പക്ഷെ അത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. റേറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കുട്ടിക്ക് 300 രൂപയാണ്. പിന്നെ അതിനകത്തേക്ക് കയറാൻ ഓരോ സോക്സും കൂടെ വേണം. കുട്ടികളുടെ കാലിൽ അതില്ലെങ്കിൽ അത് അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ അതിന് 50 രൂപ അവർ എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് 350 രൂപയെ. എന്തായാലും രണ്ടുപേരും ഞങ്ങൾ അതിനകത്തേക്ക് കയറ്റി. അവർ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ പഞ്ചായത്തിന്റെയും കീഴിൽ ഇതുപോലെ ഒരു പ്ലേ ഏരിയ സെറ്റ് ചെയ്താൽ ഉഷാറാവും. ഫ്രീ ആയിട്ട് വേണ്ട, കാശ് കൊടുത്തിട്ട് മതി. ഇത്രയല്ല, ഒരു കുട്ടിക്ക് ഒരു 200 രൂപയ്ക്ക് വെച്ചിട്ട് വാങ്ങിച്ചാൽ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ സംഭവം ഉഷാറാവും. അതിനോട് ചേർന്ന ഒരു ഫുഡ് കോർട്ടും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഞ്ചായത്തിന്റെ ഒരു വരുമാനമാവും. പക്ഷേ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടാക്കാറുണ്ട്, എല്ലാം പണിയാറുണ്ട്, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, അത് നശിച്ചു പോകും, ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. അതാണ് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സംഭവം ശരിയാണല്ലോ. വേറെ ഏത് രാജ്യത്തെ സൗകര്യങ്ങളൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ, പക്ഷെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉള്ളത് തന്നെയാണ്. എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കും, അതിനൊപ്പം തന്നെ അതിന്റെ അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഓരോ പഞ്ചായത്തിലും ഇതുപോലെ ഓരോ പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ മക്കളും ഹാപ്പി, അവരുടെ പേരൻസും ഹാപ്പി. പ്ലേ ഏരിയ മാത്രമല്ല കേട്ടോ, അങ്ങനെ പല സംഭവങ്ങളും ഇനിയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ശരിയല്ല, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? പുറത്തൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഒരു 10 വീടുകൾ ഉണ്ടെങ്കിൽ അതിനോട് തൊട്ട് ഒരു പാർക്കും ഉണ്ടാവുക. ഇനി പുറത്ത് പോയതിന്റെ തള്ളു ഞാനിവിടെ തള്ളുകയല്ല, കണ്ടത് പറയാണ് കേട്ടോ. അതൊക്കെ ഒരു വലിയ സൗകര്യം, അതൊക്കെ ഒരു വലിയ ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഒരു പ്രൈവറ്റ് ഒരു കമ്പനിയുടെ കീഴിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട്, ഇതേ സംഭവങ്ങൾ നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ വരുമ്പോഴേക്കും ഇതാകെ അലമ്പായിട്ടുണ്ട്. വൃത്തി ഉണ്ടാവില്ല, സ്മെല്ലായിട്ട് ആകെ നശിപ്പിച്ചിട്ടുണ്ടോ. എന്താ അതിന്റെ ഒരു കുതിരത്ത് അറിയാണ്ട് ചോദിക്കാട്ടോ. ഇതിനിടയ്ക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മുദ്രയ്ക്കാൻ മുട്ടിയപ്പോഴേ 1 രൂപ കൊടുത്തിട്ട് മുദ്രയ്ക്കാൻ പറ്റിയത് കേട്ടോ. അതേ സ്റ്റേഷനിൽ AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സൗകര്യങ്ങളും എന്തല്ലേ. എന്തായാലും ആശുമോളും തനിമോളും ഹാപ്പിയാണ്. പൈസ കുറച്ച് കൂടുതലാണെങ്കിലും അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഇങ്ങോട്ടാണ്. ഇപ്രാവശ്യം വന്നിട്ട് ഓരോ മാളിൽ പോകുമ്പോഴും ഈ സംഭവം കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ കയറിയിരിക്കാനുള്ള ടൈം കിട്ടാറ്. ഇന്ന് ഞാനത് ഉറപ്പിച്ചിട്ടാണ് വന്നത്. മുമ്പ് 1-2 പ്രാവശ്യം ഞാൻ ഇതിൽ ഇരുന്നിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. പൊളി ഫീലാണ് കേട്ടോ. 10 മിനിറ്റിന് 100 രൂപയുള്ളൂ, പക്ഷെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. അത്രയ്ക്ക് സുഖത്തിനകത്തിരിക്കും. ശരീരത്തിന്റെ ഓരോ പാട്ടും ഇടിച്ചു വീണ് എടുക്കുന്നുണ്ട്. നമുക്കൊക്കെ ഇപ്പൊ ഇത് വലിയ സംഭവമാണ്. ഇപ്പോഴുള്ള വലിയ വലിയ ലക്ഷറി വീടുകളിലും ലക്ഷറി കാറുകളിലും ഇതിപ്പോ സാധാരണയാണ്. നമുക്കും വാങ്ങണം ഒരെണ്ണം, ദുബായ് ലോട്ടറി അടിക്കും. അപ്പോൾ പ്രശ്നം കറണ്ട് ബില്ലാണ്. ഇപ്പൊ തന്നെ തലക്കുമേലെ വന്ന് കറണ്ട് ബില്ലിന്റെ പുറത്ത് 5000 രൂപ ഡെപ്പോസിറ്റും എന്തിനാണോ എന്തോ. അപ്പൊ ഇനി നമ്മൾ ഇതും കൂടെ വാങ്ങിച്ച് വീട്ടിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് നമുക്കത് വേണ്ട, അതുകൊണ്ട് മാത്രം. ഓക്കെ, അയ്യോ ഇനിയും ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എന്നിട്ട് കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ബീച്ച് പോകാണ്ട് അവിടുത്തെ ഫുഡുകളൊന്നും എക്സ്പ്ലോർ ചെയ്യാണ്ട് നേരെ വിട്ടു വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മലപ്പുറത്ത് നമ്മുടെ എയർലൈൻസ് കയറി. ബീച്ചിലൊന്നും പോകാണ്ട് തിരിച്ചു പോകാൻ കാരണം പിറ്റേ ദിവസം മക്കൾക്ക് സ്കൂൾ തുടങ്ങണം. ഇപ്പൊ തന്നെ വീട്ടിലെത്തുമ്പോൾ എന്തായാലും 12 മണി കഴിയും. സോ അതുകൊണ്ട് പെട്ടെന്ന് പോയി. ഹോട്ടലിൽ കയറിയ തനുവിനാകെ വേണ്ടത് സൂപ്പാണ്. ചിക്കൻ കോൺസ് 1/2 വീണ്ടും വെച്ച് തരം കാണിക്കുന്നതല്ല കേട്ടോ, വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ അത്രേ കഴിക്കുള്ളൂ. എയർലൈൻസിന്റെ ഫുഡിന്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടുത്തെ ഫിഷ് മാംഗോ കറി, പിന്നെ ഇളനീർ പായസം, മോനെ ഒരു രക്ഷയില്ല. ആദ്യം അവരുടെ റെസ്റ്റോറന്റ് ആ ബിൽഡിങ്ങിന്റെ താഴെ ആയിരുന്നു, ഇപ്പൊ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി സർവീസും നല്ല അടിപൊളി ഫുഡും പറയാതിരിക്കാൻ വയ്യ. ഓരോ ഡിഷും ഒന്നിനൊന്നും വെച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സർവീസ് എന്താ പറയാ, ഓരോ ടേബിളിനടുത്തും അവരെ മാനേജറായാലും അവരെ ഓരോ സ്റ്റാഫും വന്നിട്ട് എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ, ഉഷാറല്ലേ എന്നുള്ള ഒരു ചോദ്യം തന്നെ ഉണ്ട്. ഫുഡ് ഇച്ചിരി മോശമാണെങ്കിലും നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഇത് രണ്ടും സൂപ്പർ നല്ല രീതിയിൽ കഴിച്ചുട്ടോ. ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ പാളിയതാണ്, അതുകൊണ്ട് ഫുഡ് നല്ല രീതിയിൽ വാങ്ങിച്ചു കൊടുത്തത്. ഇതും പാളിയ പടച്ചോനെ എന്നെ വെച്ചേക്കില്ല. മോള് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഫുഡ് മാത്രമാണ് ലക്ഷ്യം 30 പറഞ്ഞിട്ടാണ് അവള് വന്നിട്ടുള്ളത്. എന്തായാലും റാഹത്തായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു, അൽഹംദുലില്ലാ. അവിടെയും പ്രശ്നം പാർക്കിംഗ് ആണ്, പക്ഷേ ചാവി അവരുടെ കൊടുത്താൽ മതി, ബാക്കി അവർ നോക്കിക്കോളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല, നേരെ വിട്ടു വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് പെരിന്തൽമണ്ണ എണ്ണ അടിക്കാൻ കയറി. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ഇതാ കാണണം, വായിച്ചത് തനുമോളാണ്. ഓലക്കായ് സംഭവം, അത് ഏലക്കായി ആയിരുന്നു. എന്റെ പകുതി കറ്റായി പോയതാണ്, അപ്പൊ അത് ഓലക്കായി ആയി മാറി. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക്. തനുമോളും മാഷുമോളും പിന്നിൽ ഇരുന്നിട്ട് നല്ല ഉറക്കട്ടോ. ഞാനും മനുമോളും മാമാട്ടിയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടും കേട്ടിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.